മിക്ക സിനിമകളും സിംഗിൾ വാച്ചിൽ തന്നെ നമുക്ക് ഏകദേശം മൊത്തത്തിൽ മനസ്സിലാവും. പക്ഷെ ചില സിനിമകളുണ്ട് നമ്മൾ 2 വട്ടം കണ്ടാലും ഒരു ഹിന്ദിയും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ കിളി പോയിട്ടിരിക്കും. ഞാൻ പറഞ്ഞത് നോളൻ സിനിമകളെ കുറിച്ചല്ല. ഡെന്നിസ് വില്ലിനോവിന്റെ 2 പടങ്ങളാണ്. അറൈവൽ, എനിമി. രണ്ടും ഏകദേശം കിളി പോണ ടൈപ്പ് സിനിമകളാണ്. അറൈവല് ഒരു ഏലിയൻ സിനിമയാണ്. പക്ഷെ നമ്മൾ കണ്ടു വന്നേക്കുന്ന ഏലിയൻ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലിയൻ വരുന്നു, ഭൂമിയെ ആക്രമിക്കുന്നു, തിരിച്ച് നമ്മൾ ഡിഫെൻസ് ചെയ്യുന്നു. ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു വേറൊരു തലത്തിലാണ് ഈ സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ തീമാണെങ്കിലും എല്ലാം വളരെ രസകരമാണ്. ഈ സിനിമ ഏകദേശം എനിക്ക് 2 തവണ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം ഫുള്ള് മനസ്സിലായിരുന്നു. ഇതിന്റെ എടുത്തു പറയേണ്ടത് ഇതിന്റെ മേക്കിംഗ് ആണ്. ആ ഒരു സ്പേസ് ഷിപ്പിന്റെ ഒരു CGI വർക്ക്, പിന്നെ ടോട്ടൽ പടത്തിലെ സൗണ്ട് ഡിസൈൻ ആണ് ഏറ്റവും അടിപൊളി. ശരിക്കും ഒരു തിയേറ്റർ വെച്ച് മിസ്സായാൽ ഭയങ്കര സങ്കടപ്പെടുന്ന ഒരു സിനിമയാണിത്. ശരിക്കും റീ റിലീസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് പോയി കാണണം എന്ന് തോന്നുന്ന ഒരു സിനിമ. ഇത് മൊത്തത്തിൽ ഒരു ഭാഷ, ടൈം ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പടത്തിന്റെ ഫുൾ സ്ക്രിപ്റ്റ്. ആ ക്ലൈമാക്സിലെ ആ ഒരു പോർഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. അങ്ങനത്തെ ഒരു തീമാണ് ഇത് വരുന്നത്. ഈ പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. രണ്ടാമത് വരുന്നത് എനിമി. എനിമി 2 വട്ടം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ നോക്കിയിട്ടൊക്കെയാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഇത് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വെച്ചിട്ട് ഒരു തീം വെച്ചിട്ട് എടുത്തേക്കുന്നതിൽ ഒരു മികച്ച സിനിമ തന്നെയാണ്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. ഈ സിനിമയിൽ സിംബോളിക് ആയിട്ട് കുറച്ച് സ്പൈഡറിന്റെ സംഭവങ്ങളൊക്കെ ഒരു 3-4 സീനുകളിൽ കാണിക്കുന്നുണ്ട്. അതൊന്നും ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല. പിന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോഴാണ് ഇതൊക്കെ ഇതിനായിരുന്നല്ലേ എന്ന് തോന്നിയത്. മൊത്തത്തിൽ ഇതും ഒരു കിടിലം വർക്ക് തന്നെയാണ് ഡെന്നിസ് വില്ലിനോവിന്റെ. ഇതും ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു പടമാണ്. പക്ഷെ അവസാനം അടുക്കുന്നവരെ നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ തരുന്ന ഒരു സിനിമയാണ്. ഇത് പ്രൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടുപോകും. ഈ 2 സിനിമകളും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ വാച്ചിൽ തന്നെ ഇത് മനസ്സിലായോ? അല്ലെങ്കിൽ എന്തായിരുന്നു മനസ്സിലാവേണ്ടിയിരുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല.